കാണാതെ വയ്യ, നിന്നെ കാണുകയേ വേണ്ട. ഈ രണ്ട് ഡയലോഗുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്നത് അനാരോഗ്യകരമായ ബന്ധത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനം രണ്ട് സാഹചര്യമാണ്. ഒന്നുകിൽ അത് നിന്റെ കയ്യിലിരിപ്പ്, അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാനുള്ള കഴിവ് എവിടെയോ നഷ്ടമായി, ഏതൊക്കെയോ സാഹചര്യം. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളോടുകൂടി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്തു തന്നെയായാലും ആ പറഞ്ഞത് വാശിയുടെ പുറത്തും ദേഷ്യത്തിന്റെ പുറത്തുമൊന്നും അല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബോധപൂർവമായ ഒരു വിടവ് ആവശ്യമാണ്. അതിനിടയിൽ ഒന്നകന്നിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യുകയാണ് എന്ന ചിന്ത രണ്ടു പേർക്കുമിടയിൽ വന്നാലേ പിന്നീട് ആ ബന്ധത്തിൽ ഒരു സ്കോപ്പുള്ളൂ. അല്ലാതെ പരസ്പരം കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത രണ്ട് മനസ്സുകൾ ഒരുമിച്ച് പോകണമെന്ന വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിന്നെ വീണ്ടും കാണാൻ നിന്റെ പങ്കാളി ആഗ്രഹിക്കട്ടെ, കൊതിക്കട്ടെ എന്നൊക്കെ ആശംസിക്കാനേ പറ്റൂ. ചെയ്തു പോയ തെറ്റുകളൊക്കെ തിരിച്ചറിയണമെങ്കിലും വീണ്ടും അപരാധങ്ങളൊക്കെ പുറത്തുകൊണ്ട് ക്ഷമയൊക്കെ യാചിച്ചുകൊണ്ട് ക്ഷമ നൽകിക്കൊണ്ട് ആ ബന്ധത്തെ പടുത്തുയർത്തണമെങ്കിൽ ഒരു വിടവ് ആവശ്യമായി വരുന്നൊരു സമയമാണ് അത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ രണ്ട് വാക്ക്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പയർ ടു ഇൻസ്പയർ.